ജോസഫ് മാത്യൂസ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പ്രൊജക്ട്സ് പറഞ്ഞ പോലെ അബ്രഹാം മോസ്ലറും ട്രാവൻകൂർ ഷാപ്പാണ്. അബ്രഹാം മോസ്ലറിൽ ഞാൻ സൈജു ഗ്രൂപ്പിൽ ചെറുപ്പക്കാരാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാവൻകൂർ ഷാപ്പിലും ഈ ഒരു ആ ഷാപ്പിലും ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറാണ് റെജീന എന്ന ക്യാരക്ടറിന്റെ പേര്. ആ ഷാപ്പിലായിട്ട് ഉണ്ടാക്കിയ പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനുശേഷം ഇപ്പൊ എല്ലാവരും പോലെ തന്നെ ജോസഫ് സാർ, ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടറിന്റെ പേരും ജോസഫ് സാർ. പുള്ളി വിളിച്ചു, ഞാൻ ജോസഫാണ്. ഞാൻ ജോസഫാണ്. അപ്പൊ അങ്ങനെ പുള്ളി പറഞ്ഞ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട്, കന്നഡ ഇതാണ്. അപ്പോ അങ്ങനെ ഷൂട്ട് എനിക്ക് എന്റെ സിനിമകളിൽ ഞാൻ ആദ്യമായിട്ടാണ് ഔട്ട്സൈഡ് കേരള ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലൊക്കേഷൻസ് ഈ പറഞ്ഞ പോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ. ഫസ്റ്റ് ഡേ തന്നെ ആ പൂജയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു നടുക്കൊരു റിവർ പോലെയുണ്ട്. അപ്പുറം കേരളം, ഇവിടെ കർണാടക എന്ന് പറയുന്ന നാട്ടിൽ. അത് മാത്രമല്ല, നമ്മള് കുറച്ച് ദിവസം നമ്മൾ ഈ ഫോൺ സോഷ്യൽ മീഡിയയിലൊക്കെ മറന്ന് നമുക്ക് പഴയ കാലത്തിലേക്ക് പോയൊരു ഇതുണ്ടായിരുന്നു. റേഞ്ചില്ല. പിന്നെ ഒബിയസ്ലി നമ്മൾ ഷൂട്ടിൽ ഇൻവോൾവ് ആകുമ്പോൾ നമ്മള് അതുപോലെ ഇത്രയും നല്ല ഏരിയയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മള് അതിലായിരിക്കില്ല ഇൻവോൾവ്. അപ്പോൾ അങ്ങനെ കുറച്ച് മൊമെന്റ്സ് നമുക്ക് ഉണ്ടായി. അത് മാത്രമല്ല, അവിടെ ഇങ്ങനെ ഒരു ഞങ്ങള് ഒരു എന്താ പറയാ, ഒരു പുഴ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു വീടിന്റെ ബാക്ക് സൈഡിലേക്ക് അവിടെ നമ്മൾ കാലിട്ടിരിക്കുമ്പോൾ ഫിഷ് വന്നിട്ട് നമ്മളിവിടെ മോളിലൊക്കെ പൈസ കൊടുത്ത് അപ്പൊ ഞങ്ങൾക്ക് ഷൂട്ടിൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊതുകടി കൊള്ളണം, എന്നാലും കുഴപ്പമില്ല. ഇതുള്ളതുകൊണ്ട് പ്രശ്നമില്ല. നമ്മള് ഷൂട്ടിട്ട് നമ്മുടെ ഷൂട്ട് ആവുന്നതിന് മുമ്പ് ആ ഒരു ടൈമിലൊക്കെ ഞങ്ങൾ അങ്ങനെയായിരുന്നു. ഞാനും മജീദ് മൻകൃഷ്ണനൊക്കെ അവിടെ അങ്ങനെയായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. അതുപോലെ നമ്മൾ ഇതിന്റെ പ്രോസസ്സ് പറയുകയാണെങ്കിൽ ഇതിലങ്ങനെ ഒരു ഹൈറാർക്കി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഡയറക്ടർ തന്നെയാണ് എന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്. പുള്ളിയുടെ ഫ്രണ്ട്സ് കൂടി ചേർന്നിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അവരൊന്നും അങ്ങനെ ഒരു പ്രൊഡ്യൂസറായിട്ട് മാറി നിന്നിട്ട് നമ്മൾ ആ രീതിയിലല്ല. നമ്മുടെ പോലെ ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു വണ്ടിയിലായിരിക്കും പോകുക. കടയിൽ നമുക്ക് എന്തെങ്കിലും വേണം കഴിക്കണം, കുട്ടിക്ക് എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ ചില്ല് ചെയ്യുക. അപ്പൊ അങ്ങനെ ടോട്ടലി ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു റോഡ് ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. പിന്നെ എന്റെ സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും നമ്മുടെ പരിചയത്തിലോ ഒന്നെങ്കിൽ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു സൈബർ ക്രൈമിന്റെ ഒരു വിക്ടിം ആയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഇതില് വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് വഴിയോ അങ്ങനെയൊക്കെ പൈസ പോയിട്ടുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ട്. ആ സബ്ജക്ട് അതിനെ കുറിച്ചാണ് ഇതിന്റെ കോറായിട്ട് പറയുന്നത്, സൈബർ ക്രൈം. കാരണം അത് ഇന്നത്തെ കാലത്ത് വളരെ റെലവെന്റ് ആണ്. അത്രയൊക്കെ നമ്മൾ ഇപ്പൊ നമുക്കറിയാം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എത്ര ആളുകൾ പോലും ഇതിനകത്ത് പെട്ടുപോകുന്നു സ്കാമിൽ. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് വളരെയധികം വേണ്ടതാണ്. എത്രയൊക്കെ വന്നാലും 100% ഇതില്ലാതാക്കാൻ പറ്റുമോ നമുക്കറിയില്ല. പക്ഷെ ഈ മൂവി ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക് അവർ ചൂസ് ചെയ്തത് വളരെ ഒരു എന്താ പറയാ, ഒരു ഹെൽപ്ഫുൾ ഫോർ ദ സൊസൈറ്റി ഞാൻ വിചാരിക്കും. എൻ്റെ പേര് അരുൺ എന്നാണ്, അരുൺ ജെൻസൻ, നാട് തൃശ്ശൂരാണ്. ഈ പടത്തിൽ ദീക്ഷിത് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു പോസിറ്റീവ് സൈഡ് ക്യാരക്ടറാണ്. വളരെ ചെറിയൊരു പോർഷനേ ഉള്ളൂ, ഉള്ളത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ളതാണ്. വളരെ പവർഫുൾ ആണ്. അപ്പൊ അച്യുതനെ സഹായിക്കാനായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ. അതെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ മുൻപ് 3-4 സിനിമകൾ ചെയ്തിട്ടുണ്ട്, ലീഡറോടൊപ്പം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമയിൽ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയത്, നമ്മളൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടി. 1 മാസത്തോളം കുറച്ച് വർക്കൗട്ടും വെയിറ്റ് ഗെയിൻ ചെയ്യാനും പിന്നെ അതുപോലെ കുറച്ച് ബോക്സിങ് ട്രെയിനിങ് എടുക്കാനും. അപ്പോൾ നമുക്കൊരു ക്യാരക്ടറായി മാറുന്ന ഒരു സുഖം ആദ്യമായിട്ട് ഈ സിനിമയിലാണ് ഞാൻ അറിഞ്ഞത്. മുൻപൊക്കെ നമ്മൾ സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നിട്ട് വന്ന ചിലപ്പോൾ ചെരുപ്പിട്ടിട്ട് വീട്ടിൽ നിന്നിട്ട് വന്ന് ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ക്യാരക്ടർ ആവാൻ വേണ്ടി. പക്ഷെ അത് നമുക്ക് അത്ര എളുപ്പമല്ല. അങ്ങനെ ഒരു ഭാഗ്യം ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ്, വളരെ കുറച്ചുള്ളെങ്കിലും നല്ലൊരു ക്യാരക്ടറാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞ പോലെ നാടകം തന്നെയാണ് തുടക്കം, അങ്ങനത്തെ ഒരു പരിപാടി. എൻ്റെ പേര് ശിവൻ വെങ്കടൻ, ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞാൽ, എനിക്ക് അച്യുതാവതാരം എൻ്റെ ഡെബ്യൂ ആണ്. 14 വർഷമായിട്ട് നാടകത്തിലുണ്ട്. സിനിമ എനിക്ക് ആദ്യത്തെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അച്യുതാവതാരം എനിക്ക് വളരെ സ്പെഷ്യലാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-14 വർഷം മുമ്പ് ഒരു ഡോക്യുമെന്ററിയുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്കാർ എന്ന് പറയുന്ന ഒരു വടു ദ സ്കാർ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ശ്രീജിത്ത് പോയിക്കാവ്, അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെന്ററി രാമു കാര്യാട്ടിനെ കുറിച്ചിട്ടുള്ള, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള കടലിരമ്പം എന്ന് പറയുന്ന ഡോക്യുമെന്ററി ഉണ്ട്. അതിന് അസിസ്റ്റന്റ് ആയിരുന്നു. ഒരു ഫിലിമിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ ഒരു സിനിമ രൂപപ്പെടുന്നതിന്റെ പുറകിലുള്ള പണികളൊക്കെ അന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് വർക്ക് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളിലുണ്ട്. പക്ഷെ പിന്നീട് അങ്ങനെ സിനിമയിലേക്ക് അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അല്ലെങ്കിൽ സിനിമ മനഃപൂർവ്വം സിനിമയിലേക്ക്
ചാടിയിട്ടില്ല. പലരും പറയും സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആദ്യം കുറെ കാലം പൈസ ഒന്നും കിട്ടില്ല, അങ്ങനെ നടന്നു. പിന്നെ നമുക്കൊരു സമയം എത്തുമ്പോഴേ, എൻ്റെ ഒരു പോളിസി വേറെയാണ്, നമ്മുടെ തൊഴിൽ ഇതാണ്, ഞാൻ അഭിനയം കൊണ്ടോ അല്ലെങ്കിൽ കല കൊണ്ടോ മാത്രം ജീവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സമയത്ത് ചെറുതാണെങ്കിലും പ്രൊഫഷണലി പെയ്ഡായിട്ടുള്ള വർക്ക് വരട്ടെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു പ്രൊഫഷണൽ അപ്രോച്ച് വരുമ്പോൾ ചെയ്യാതെ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നാടകത്തിന്റെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പെർഫോമിംഗ് ആർട്സിന്റെ, ഞാനിപ്പോൾ ഡാൻസേഴ്സിനോട് ലൈറ്റിംഗ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് മാത്രമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിലെ പ്രധാന വിജയങ്ങൾ, അതുപോലെ തന്നെ കാശ്മീർ വേറൊരു വർക്ക്ഷോപ്പായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ താല്പര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഞാൻ കാസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ അയച്ചു. അങ്ങനെ വന്നതാണ്. അപ്പൊ അദ്ദേഹം കണ്ടു ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ ദേവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പൊ എനിക്ക് വേറെ സ്പെഷ്യാലിറ്റി ഈ കഥാപാത്രം കേട്ടപ്പോൾ തന്നെ എന്റെ അനിയന്റെ സ്വന്തം അനിയനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ദേവനാണ്. അപ്പൊ എന്റെ ആദ്യത്തെ ക്യാരക്ടർ ദേവൻ എന്നുള്ള പേര് എന്നെ പലരും തെറ്റിയിട്ട് ദേവാന്ന് വിളിക്കാറുണ്ട്, പിന്നെ കുട്ടിക്കാലത്ത് ദേവാന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മനുഷ്യന്മാരെ സന്തോഷിക്കാതെ മതിയല്ലോ, കണക്ഷൻ. അപ്പൊ നമ്മൾ എത്ര എന്താ പറയാ കല്ലനായിട്ടുള്ള, തൃശ്ശൂർ ഭാഷയിൽ കല്ലൻ ക്യാരക്ടർ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ ഈ ദേവനും കുറച്ച് വളരെ മാനസികമായിട്ട് ചില ഭാവങ്ങളും ചില വളരെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചില സൈഡുകളൊക്കെ ഉണ്ട് സിനിമയ്ക്ക്. അത് ദേവന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഈ ദീക്ഷിതിന്റെ അതുപോലെ തന്നെ വിശ്വ എന്ന് പറയുന്ന ഈ അച്യുതയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പൊ അവരുടെ കൂടെ നിൽക്കുന്ന, അവരുടെ ഒരു പില്ലർ ഓഫ് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, അവരുടെ എല്ലാ കാര്യങ്ങളിലും അവരുടെ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദേവൻ. ദേവൻ പല സ്ഥലങ്ങളിലും ഇവരുടെ ഒരു ഇൻഫ്ലുവൻഷ്യൽ എലമെന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാനിത് ആദ്യം ക്യാരക്ടർ കേട്ട സമയത്ത് എനിക്കൊരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ഇയാളൊരു ഗുണ്ട ടൈപ്പ് ഒരാളാണോ, ഭയങ്കര ഇങ്ങനെ ഈ അങ്ങാടിയിൽ മാർക്കറ്റിലൊക്കെ പോയിട്ട് തല്ലുണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണോ. പക്ഷെ പിന്നെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യൻ. അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ന്യായത്തിന്റെ ഭാഗത്താണെങ്കിൽ അയാൾക്ക് പിന്നെ പേടിയൊന്നുമില്ല. ഒട്ടും തന്നെ ഭയങ്കര ഫിയർലെസ് ആയിട്ടുള്ള, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള, ക്ലാരിറ്റി ഉള്ള, ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യക്തതയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, ഫിസിക്കലി നമ്മൾ ഇങ്ങനെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനെന്നുള്ള ഒരു സാഹചര്യം പോലെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഷൂട്ടിലേക്ക് കിടക്കുകയായിരുന്നു. അപ്പോൾ മെന്റലി ഇമോഷണലി ആ ക്യാരക്ടറിനെ എങ്ങനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. തിയേറ്ററിൽ നിന്ന് നമ്മുടെ ട്രെയിനിങ് അതാണ്. കഥാപാത്രം കിട്ടുമ്പോൾ അപ്പൊ ഞാനിതിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. ആരാണ് ദേവൻ ഈ സിനിമയ്ക്കകത്ത് ഇയാളുടെ കുടുംബത്തെ പറ്റിയിട്ടോ ഒന്നുമില്ല, അങ്ങനെ തരത്തിലുള്ള യാതൊരു പശ്ചാത്തലം ഇയാളെ പറയുന്നില്ല, കഥയിൽ വന്നു പോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ക്യാരക്ടറിനെ പറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് എഴുതിയ ഒരാളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഇപ്പൊ ഡയറക്ടർ പുനീത് അദ്ദേഹം ഇത് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നത്, ഈ ക്യാരക്ടറിനെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന ഒരു കാരണം കാണുമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ രണ്ടുപേരുടെ കൂടെ പാർട്ട്ണറായിട്ട് നിൽക്കുന്ന, ഇപ്പൊ ദീക്ഷിത് എന്ന് പറയുന്ന ക്യാരക്ടർ നാട്ടിൽ സ്ഥിരം വരുന്ന ക്യാരക്ടർ അല്ല. ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുന്നതും എത്ര കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നതൊക്കെ അദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വിശ്വാസ്യത ഉള്ള ഒരാളായിരിക്കും, കൂടെ നിൽക്കുന്നവർക്ക് അത്രയും ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ആളായിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നേരത്തെ അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഡയറക്ടർക്ക് പ്ലോട്ടിൽ നിന്ന് മാറരുത്, അല്ലെങ്കിൽ പ്ലോട്ടിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം എന്ന് പറയുന്ന പോലെ ഭയങ്കര ഒരു അങ്ങനെ ബലം പിടുത്തം ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും.